ഡിയർ കിഡ്സ്, നമ്മൾ ഇന്ന് റോഡ് സേഫ്റ്റിയെക്കുറിച്ചും റോഡ് സിഗ്നൽസിനെ കുറിച്ചുമാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ എല്ലാവരും യാത്ര ചെയ്യുന്നവരാണല്ലോ. നമ്മൾ റോഡിൽ കൂടെയൊക്കെ യാത്ര ചെയ്യാറുണ്ട്. ചിലര് നടന്നു പോകും, ചിലര് വണ്ടികളിൽ പോകും, അല്ലേ? അപ്പോ അതിനൊക്കെ റൂൾസ് ഉണ്ട്. റോഡിൽ ചില റൂൾസ് ഉണ്ട്, അതൊക്കെ നമ്മൾ പാലിക്കണം. എന്തിനാ ഈ റൂൾസ് ഒക്കെ തരുന്നേ? നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാ. അപ്പോ നടന്നു പോകുന്നവർക്ക് റൂൾസ് ഉണ്ട്, ഡ്രൈവ് ചെയ്തു പോകുന്നവർക്ക്, വണ്ടിയിൽ പോകുന്നവർക്ക്, അങ്ങനെ റോഡിൽ കൂടി പോകുന്ന എല്ലാവരും റൂൾസ് പാലിക്കണം. പിന്നെ സിഗ്നൽസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും യാത്ര ചെയ്യുമ്പോൾ. റോഡിന്റെ സൈഡിൽ കുറേ സിഗ്നൽസ്, നെയിം ബോർഡ്സ്, സൈൻ ബോർഡ്സ്, അങ്ങനെ പലതും. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. ദേ ഈ പിക്ചറിലൊന്ന് നോക്കിക്കേ. ദിസ് ഈസ് കോൾഡ് ഫുട്പാത്ത്. ഈ ഫുട്പാത്ത് ആർക്കുള്ളതാ? നടന്നു പോകുന്നവർക്ക് വേണ്ടിയാണ് ഫുട്പാത്ത്. നടന്നു പോകുന്നവരെ പെഡസ്ട്രിയൻസ് എന്നാ വിളിക്കുന്നേ. പെഡസ്ട്രിയൻസ്, റോഡിൽ കൂടിയൊക്കെ നടന്നു പോകുന്ന ആൾക്കാരില്ലേ, അവരെ പെഡസ്ട്രിയൻസ് എന്ന് പറയും. അപ്പോ പെഡസ്ട്രിയൻസിന് യൂസ് ചെയ്യാനാണ് ഫുട്പാത്ത്. ഈ സൈൻ കണ്ടോ? ദിസ് ഈസ് ദ സൈൻ ബോർഡ് ഫോർ ഫുട്പാത്ത്. സി, ഈ ഒരു സൈൻ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഒരു ഫുട്പാത്ത് ഉണ്ട്. പെഡസ്ട്രിയൻസ് ക്യാൻ യൂസ് ദ ഫുട്പാത്ത് എന്നൊക്കെ മനസ്സിലാക്കാം. നെക്സ്റ്റ്, ഇത് കണ്ടോ? ഇതൊരു റോഡാണല്ലേ. ഇനിയിപ്പോ റോഡ് സൈഡിൽ ഫുട്പാത്ത് ഇല്ലെന്നോർത്തോ, നമ്മൾ നടന്നു പോകുന്നവർക്ക് നടക്കണ്ടേ? അപ്പൊ ഏത് സൈഡിൽ കൂടിയാ നമ്മൾ നടന്നു പോവുക? ഓൾവേസ് വോക്ക് ടു ദ റൈറ്റ്. ഈ പിക്ചറിൽ കണ്ടോ? പെഡസ്ട്രിയൻസ് ഏത് സൈഡിൽ കൂടിയായിരിക്കും നടക്കുക? ഓൾവേസ് വോക്ക് ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ റോഡ്. അതായത് നമ്മുടെ റൈറ്റ് ആണ് റോഡിന്റെ റൈറ്റ്. സോ ഓൾവേസ് റിമെമ്പർ വോക്ക് ടു ദ റൈറ്റ്. ഓക്കെ, അപ്പോ വണ്ടിയിൽ പോകുന്നവർക്കോ ഏത് സൈഡായിരിക്കും? റൈറ്റ് ടു ദ ലെഫ്റ്റ്. ഓക്കെ, അപ്പോ ഈ റോഡ് നോക്കിക്കേ. കാർ ഏത് വഴിയിൽ കൂടിയാ പോകുന്നേ? റോഡിന്റെ ലെഫ്റ്റ്. ദാറ്റ് മീൻസ് നമ്മൾ എവിടെയാണോ നിൽക്കുന്നേ അതിന്റെ ലെഫ്റ്റ് സൈഡ്. സോ ഓൾവേസ് റിമെമ്പർ right to the left. Now, next is zebra crossing. എന്തിനാ ഈ zebra crossing? This is for pedestrians to cross the road. നടന്നു പോകുന്നവർക്ക് റോഡ് ക്രോസ് ചെയ്തു പോകാൻ അവർക്കൊരു സ്ഥലം വേണ്ടേ? അപ്പോ സീബ്ര ക്രോസിംഗ് ഉണ്ടെങ്കിൽ സേഫ് ആയിട്ട് they can cross the road. ഈ ക്രോസിംഗ് കാണുമ്പോൾ നമുക്കവിടെ വെയിറ്റ് ചെയ്യാം. ബാക്കിയുള്ള വെഹിക്കിൾസ് എല്ലാം നിർത്തിത്തരും. അപ്പോ നമുക്ക് ധൈര്യമായിട്ട് റോഡ് ക്രോസ് ചെയ്യാം. ഇനിയിപ്പോ സീബ്ര ക്രോസിംഗ് ഇല്ല, നമുക്ക് ക്രോസ് ചെയ്യണം. എങ്ങനെയാ നമ്മൾ ക്രോസ് ചെയ്യുക? ലെഫ്റ്റും റൈറ്റും നോക്കി കെയർഫുൾ ആയിട്ട് വേണം ക്രോസ് ചെയ്യാൻ. ഓടിച്ചാടി ക്രോസ് ചെയ്താൽ അപകടം പറ്റും. രണ്ട് സൈഡും നോക്കി വണ്ടിയൊന്നും വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. സീബ്ര ക്രോസിംഗിനുമുണ്ട് ഒരു സൈൻ ബോർഡ്. ദിസ് ഈസ് ദ സൈൻ ബോർഡ് ഫോർ സീബ്ര ക്രോസിംഗ്. ഇതിനൊക്കെ ട്രാഫിക് സൈൻസ് എന്നാണ് പറയുക. ഇത് കണ്ടു കഴിഞ്ഞാൽ പെഡസ്ട്രിയൻസിന് മനസ്സിലാകും അടുത്തായിട്ട് സീബ്ര ക്രോസിംഗ് ഉണ്ട്, നമുക്ക് ക്രോസ് ചെയ്യാൻ സ്ഥലമുണ്ടെന്ന്. ഡ്രൈവ് ചെയ്തു പോകുന്നവർക്കോ വണ്ടിയിൽ പോകുന്നവർക്കോ മനസ്സിലാകും ഇവിടെ സീബ്ര ക്രോസിംഗ് ഉണ്ട്. സോ ദേ ഷുഡ് സ്ലോ ഡൗൺ. ആൾക്കാര് ക്രോസ് ചെയ്യാനുണ്ടാകും. അപ്പോ അവരും കെയർഫുള്ളായി വണ്ടി ഓടിക്കും. വണ്ടി സ്ലോ ഡൗൺ ചെയ്യും. അപ്പോ ഒന്നുകൂടി ഓർക്കാം, റോഡിലൂടെ നടന്നു പോകുന്നവർ ഫുട്പാത്ത് ഉപയോഗിക്കുക. ഇനി ഫുട്പാത്ത് ഇല്ലെങ്കിലോ റോഡിന് വലതുവശം ചേർന്ന് നടക്കുക. റോഡ് മുറിച്ചു കടക്കാൻ സീബ്ര ക്രോസിംഗ് ഉപയോഗിക്കുക. ഇനി സീബ്ര ക്രോസിംഗ് ഇല്ലെങ്കിലോ റോഡിന്റെ ഇരുവശവും നോക്കി വണ്ടി വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി റോഡ് ക്രോസ് ചെയ്യുക. ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ഇടതുവശത്തുകൂടി വണ്ടി ഓടിക്കുക. സീബ്ര ക്രോസിംഗ് ഉള്ള സ്ഥലങ്ങളിൽ വണ്ടിയുടെ വേഗത കുറച്ച് ശ്രദ്ധയോടെ ഓടിക്കുക. ആളുകൾ ക്രോസ് ചെയ്യുന്നത് കണ്ടാൽ വണ്ടി നിർത്തിയിടുക. സോ ഡിയർ കിഡ്സ്, ട്രാവൽ കെയർഫുള്ളി ആൻഡ് ബി സേഫ്.